പിടിച്ച് എൻ്റെ മകൻ്റെ കൈയാണിത്. കാരണം വിരൽ മുതൽ മുട്ട് വരെ ഒന്നായിട്ട് കീറിയിട്ടാണ്. മുട്ടിൻ്റെ അടുത്ത് നിന്നാണ് ഈ വള്ളി പിടിച്ച് വീണ്ടും ചെയ്യുന്നത്. എന്റെ സുഹൃത്തുക്കളെ, അനാസ്ഥകൾ കൊണ്ട് അനാസ്ഥകളാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇത് ഈ ഒരു വർഷം മാത്രം അല്ലെങ്കിൽ വി.ഡി. സതീശൻ അധികാരത്തിൽ കയറിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ സുഹൃത്തുക്കളെ, ഇദ്ദേഹം വന്നതിന് ശേഷം, ഇവർ അധികാരത്തിൽ കയറിയ ശേഷം മാത്രം പനി പിടിച്ച് മാത്രം നമ്മുടെ കേരളത്തിൽ 100-ലധികം മരണങ്ങൾ ഉണ്ടായത്. ഏതെങ്കിലും ചാനലുകൾ ഗംഭീരമായ ചർച്ചകൾ നടത്തിയോ എന്ന് ഞാനൊക്കെ ചോദിക്കാറുണ്ട്. നടത്തിയിട്ടില്ല എന്ന് എനിക്കും നിങ്ങൾക്കറിയാം. പനി പിടിച്ച് മാത്രം കേരളത്തിൽ മരിച്ചുപോയത് 100-ലധികം ആളുകളാണ്. എന്താണ് നമ്മുടെ കേരളത്തിൽ ഇതൊരു ചർച്ചയാവാത്തത് എന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും ഭീകരമായ കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ ഫ്രീ ആയിട്ടും വളരെ സത്യസന്ധമായിട്ടും നമുക്ക് ആശ്രയിക്കാവുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ കുടുംബാരോഗ്യ തൊട്ടടുത്ത് കിടക്കുന്ന ഹോസ്പിറ്റൽ മുതൽ ജില്ലാ ഹോസ്പിറ്റൽ വരെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ് വരെയുള്ള ഹോസ്പിറ്റലുണ്ട്. ഇവിടേക്കൊക്കെ നമ്മൾ പോകുന്നത്, ഒന്ന്, നമ്മൾക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. 2, നമുക്ക് പണം വലിയ ചെലവാവില്ല. അതുകൊണ്ട് തന്നെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ പോകുന്നത് ഇത്തരം ഹോസ്പിറ്റലുകൾക്കാണ്. ഇത്തരം ഹോസ്പിറ്റലുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ഗുണം എന്നുകൂടി ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരം ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കാണ് ഇതിൻ്റെ ലാഭം മുഴുവൻ പോവുക. കാരണം നമ്മൾ ഇവിടെ വിശ്വാസമില്ലാതായി കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പണം പോയാലും വേണ്ടില്ല, ജീവൻ കിട്ടിയാൽ മതി എന്ന നിലയ്ക്ക് പോകും. ഇന്ന് നടന്നൊരു സംഭവമാണ്, ഇതൊന്ന് കണ്ടുനോക്കി. എന്നിട്ട് എവിടെയാ മുറിഞ്ഞേ? കൈന്റെ ഇതില് കാണിക്ക്, ഇതിലേതാ? ഈ ഒരു ഭാഗത്ത് മുറിഞ്ഞില്ലേ? പിന്നെ എന്താ പറ്റിയത്? സ്റ്റിച്ചൊക്കെ എടുത്തതിന് ശേഷം വിരലിന് ആടുക എന്നാണ് ആ കുഞ്ഞു പറയുന്നത്. ദാറ്റ് മീൻസ് ആ വിരലിന് അനക്കം നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, വാർത്ത കണ്ടു നോക്കൂ. ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചതാ, ഗ്ലാസ് താഴെ അങ്ങ് വീണുപോയി. അന്നേരം അത് എടുക്കാൻ നോക്കും നേരം കുമ്പിട്ട് അതിന്റെ കൈ കുത്തിപ്പോയതാ. അന്നേരം ലേശൊരു മുറിവുണ്ടായിരുന്നു. അന്നേരം ഞാൻ അടുത്ത ആസ്പത്രി കാണിച്ചു. ലേശൊരു മുറിവുണ്ടായിരുന്നു, ഒരു ചെറിയ മുറിവ് ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വിശ്വാസമായിരുന്നു കൊണ്ട് പോയി. അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചു പോയി. അങ്ങനെയൊക്കെ പറയേണ്ട ഗതികേട്ടിലാണ് വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൈയിന്റെ വിരൽ ഉള്ളത്, വിരലിന്റെ അറ്റം മുതൽ മുട്ട് വരെ ഒരു കീറിയിട്ടാണ് ഈ വള്ളി, വലിഞ്ഞു പോയ വള്ളീനെ പിന്നെ കിട്ടുന്നത്. കുപ്പിച്ചില് തട്ടി മുറിവേറ്റതിനെ തുടർന്നാണ് അർണവിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സക്കായി എത്തിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് ഫസ്റ്റ് മോന്റെ കൈ മുറിഞ്ഞിട്ട് ചെറിയ മുറിവ് പറ്റിയിട്ട് ഞങ്ങൾ കൊയിലാണ്ടി എത്തുന്നത്. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, അപ്പോൾ ഉള്ളിൽ ചില്ലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡോക്ടർ തുന്നി കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന തന്നെ പറഞ്ഞു, വിരൽ ഇളക്കരുത്, എനക്കാണ്ട് വെക്കണം, തുന്നി വിട്ടുപോകും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് 1.5 എന്തായാലും ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്, ഇത്തരം നിമിഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പറയാറുള്ളൊരു സാധാരണ വർത്തമാനം ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണം. പക്ഷെ എന്തോ ഇപ്പോൾ പുതിയ കാലഘട്ടം ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ടായിരിക്കണം ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മുറവിളികളൊന്നും എവിടെ നിന്നും കേൾക്കുന്നില്ല. പ്രതിപക്ഷവും പറയുന്നില്ല, ഒപ്പം തന്നെ മാധ്യമങ്ങൾ തീരെയും പറയുന്നില്ല. മറ്റ് മാധ്യമങ്ങൾ ഇതൊക്കെ ഒരു വലിയ വാർത്തയായിട്ട് കൊണ്ടുവരും. ഇതൊക്കെ വലിയ വാർത്തകൾ തന്നെയാണ്. ഒരു വിരലിന് ചെറിയ മുറിവായിട്ട് പോയ ആൾക്ക് 2 വിരലുകൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക? ഒരു വാർത്ത കൂടിയുണ്ട്, അതൊരു ദുഃഖ വാർത്തയാണ്. സംഗതി ഇങ്ങനെയാണ്, നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാസർകോട്ട് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ചു. പ്രതിഷേധവുമായി ബന്ധുക്കൾ. ഇങ്ങനത്തെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അനസ്തേഷ്യയ്ക്ക് പണം വാങ്ങിയെന്നും ശസ്ത്രക്രിയ പിഴവാണ് മരണകാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നു. ഇത് കാസർകോട്ട്. ഇങ്ങനെ കേരളത്തിലെ ഒരു തലപ്പ് നിന്ന് വേറൊരു തലപ്പ് വരെ നമ്മൾ നോക്കുമ്പോൾ, അങ്ങേ തലപ്പ് വരെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ജംഗ്ലിസൻസിൻ്റെ ഒരു കൂടാരമായിട്ട് മാറുകയാണ് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ. സ്വാഭാവികമായിട്ടും ഈ വിശ്വാസം നഷ്ടപ്പെടും, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ തകരും, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും. മനസ്സിലായോ? ഇനി നിങ്ങൾ ലിങ്ക് ആലോചിക്കേണ്ടത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് വി.ഡി. സതീശൻ മേനോൻ ഗവൺമെൻറ്റിന്
എന്താണ് ബന്ധം എന്നാണ്. ബൈ.